വെള്ളിയാഴ്ചയാണ് ഇടുക്കി പീരുമേട് സ്വദേശി സീത കൊല്ലപ്പെടുന്നത്. കാട്ടാനയുടെ ആക്രമണം മൂലമുള്ള മരണമാണെന്നായിരുന്നു ഭർത്താവ് പറഞ്ഞത്. എടുക്കാൻ വേണ്ടിയാ പോയത്. രാവിലെ രാവിലെ മഴയാണ് ഞങ്ങൾ പോയി. ഉച്ചയൊക്കെ ശാനം തെളിവ് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി. എൻ്റെ കുടുംബം മുമ്പ് പോയത്. അങ്ങനെ മുമ്പ് ഇറങ്ങി ചെന്നപ്പം പടപ്പിൻ്റെ അടിയിൽ നിന്ന് ആനയാടി തട്ടിയെറിയുക. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സീതയുടെ മരണം കാട്ടാനാക്രമണം മൂലമല്ലെന്ന് വിലയിരുത്തി. സീതയുടെ ശരീരത്തിലെ മുറിവുകൾ മർദ്ദനത്തിലൂടെ സംഭവിച്ചതാണെന്നായിരുന്നു ഡോക്ടറുടെ മൊഴി. ഇത് വ്യക്തമാക്കിക്കൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറും. എന്നാൽ പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കൊലപാതകമാണെന്നത് സാധൂകരിക്കുന്ന തെളിവുകൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല. കൂടാതെ ഫോറൻസിക് ഉദ്യോഗസ്ഥരെ എത്തിച്ച പോലീസ് നടത്തിയ പരിശോധനയിൽ സംഭവസ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതും സംശയത്തിന് കാരണമാണ്. തെറിച്ച് വീണ കൂടുതൽ ഈ ചെറിയ കല്ല് പൊങ്ങിയിരിക്കില്ല, അത്തലാന വീഴുവാനും ചെയ്തെന്ന് എന്റെ ബലമായ സംശയം എനിക്ക് കയറി ചവിട്ടോ ഈ പോയ കൂടുതൽ ചവിട്ട് തൊഴിച്ചതാണോ എന്ന് സംശയമുണ്ട്. സീതയുടെ ഭർത്താവും മക്കളും നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമില്ലെന്ന് പോലീസ് വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഉറച്ചു നിൽക്കുന്ന വാദത്തിൽ വിദഗ്ധാഭിപ്രായം തേടാനാണ് പോലീസ് ഒരുങ്ങുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.